بسم الله الرحمن الرحيم وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون وما أنزلنا على قومه من بعده من جند من السماء. ആ വ്യക്തിയുടെ ശേഷം, അദ്ദേഹത്തെ കൊല്ലപ്പെട്ടതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ആകാശത്തു നിന്ന് വലിയൊരു സൈന്യത്തെയൊന്നും ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഞാനിട്ട് ഇറക്കാറുമില്ല. അല്ലാഹു തആല പറയാണ് അതെന്റെ പതിവല്ല. പിന്നെന്താണ് ഉണ്ടായത്? അവർക്ക് സംഭവിച്ചത് ഇൻ കാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. വളരെ സിമ്പിൾ ആയിട്ടാണ് അല്ലാഹു പറയുന്നത് ഇൻ കാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദ. അത് ഒരു ചെറിയ പ്രകമ്പനം മാത്രമായിരുന്നു, അതോടുകൂടി അവര് വെണ്ണീറായി പോവുകയും ചെയ്തു. വളരെ ലളിതമായിട്ടാണല്ലോ പറയുന്നത്, പക്ഷെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവും. വമാ അൻസൽനാ അലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ആ പ്രവാചകന്മാരുടെ ദൗത്യവും ദഅവത്തും സ്വീകരിച്ച വ്യക്തി അതാരായിരുന്നു എന്ന് തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹബീബുൻ നജ്ജാർ എന്നായിരുന്നു. അപ്പൊ ഈ ഹബീബുൻ നജ്ജാറിനെ അവര് കൊന്നുകളഞ്ഞതിന് ശേഷം, അദ്ദേഹത്തെ അല്ലാഹു തആല ഏറ്റുവാങ്ങി സ്വർഗീയ ലോകത്തിൽ കൊണ്ടുപോയതിന് ശേഷം ഇവരുടെ കാര്യത്തിൽ അല്ലാഹു തആല ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല പറയുന്നത്, അവരുടെ കാര്യത്തിൽ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു സൈന്യത്തെ ഇറക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വമാ കുന്നാ മുൻസിലീൻ, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? അത് അവർക്ക് സംഭവിച്ചത് ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ സൈഹത്താണ്. സൈഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭയാനകമായ ശബ്ദം, നമ്മൾ അട്ടഹാസത്തിന്റെ ശബ്ദം എന്നൊക്കെ പറയുന്നു. ആ ഒരു ശബ്ദം മാത്രമാണ് ഉണ്ടായത്. ഒരു ശബ്ദം കൂടി കേട്ടു. പിന്നെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അല്ലാഹു തആല പറയുന്നത്, പിന്നെ നോക്കുമ്പോ ഫഇദാ ഹും ഖാമിദൂൻ, അവർ ഖാമിദുകളാണ്. ഖാമിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ ഒരു വസ്തുവിനാണ് ഖാമിദ് എന്ന് പറയും. നമ്മളൊരു വിറക് കൂട്ടത്തിന് തീ കൊടുത്താൽ അത് കത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ച് കരിക്കട്ട ഉണ്ടാവും, അതിന്റെ തലക്കിൽ കുറച്ച് വെണ്ണൂറുണ്ടാവും, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് ആ ജനതക്ക് സംഭവിച്ചത്. അതായത് അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്നടങ്കം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ നശിപ്പിക്കൽ മാനുഷിക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം അല്ലാതെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അതിന്റെ മുമ്പുണ്ടായിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പല ഘട്ടങ്ങളിലായി പല സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, അവരെ അല്ലാഹു തആല നശിപ്പിച്ചത് തൂഫാൻ കൊണ്ടാണ്. അതായത് വലിയ ഒരു ജലപ്രളയം ഉണ്ടായത്, വെള്ളം കണ്ട് പൊട്ടിയൊഴുകി ഫാറത്തുന്നൂർ. അതാണ്ട് ആ പ്രവാഹം പിന്നെ ആ ജനതയെ മൊത്തം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. തൂഫാൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, തൂഫാൻ. അപ്പൊ അതില് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകളിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ മുഴുവൻ മനുഷ്യരും ആ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ രക്ഷപ്പെടുത്തിയ കുറച്ചാളുകൾ ഒഴിച്ചു. നൂഹ് നബിയും 3 മക്കളും ആ കപ്പലിൽ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ. തൂഫാൻ കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് ലോകത്ത് അവശേഷിച്ച മനുഷ്യർ ഈ പറഞ്ഞ ആളുകൾ മാത്രമാണ്. അതിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകളാണ് ഇന്ന് ലോകത്തുള്ള മനുഷ്യർ. ആ 3 മക്കളുടെ സന്തതി പരമ്പര. ബാക്കി കൂടെയുള്ള മുഅ്മിനീങ്ങൾ അവരുടെ പരമ്പരകൾ നിലനിന്നിട്ടില്ല, അവര് സാധാരണ പോലെ മരിച്ചുപോയതാണ്.
ഇന്ന് കാണുന്ന ഈ മനുഷ്യസഞ്ചയം മുഴുവനും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ പരമ്പരയാണ്. അതിന്റെ ശേഷം പിന്നെയും അല്ലാഹു തആല ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, സമൂദ് വിഭാഗം, അവരെ അല്ലാഹു തആല ഇതുപോലെ നശിപ്പിച്ചതാണ്. ആ നശിപ്പിച്ച പ്രദേശം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെത് മെസപ്പൊട്ടേമിയയിലായിരുന്നു. അതായത് ഇപ്പോഴത്തെ ഇറാഖും അതുപോലെ സിറിയയും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമാണ്. തുർക്കിയൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ഒരു പ്രദേശം. സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെത് മദാഇൻ സ്വാലിഹ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സൗദി അറേബ്യയിൽ അറിയപ്പെട്ട സ്ഥലമാണ് അൽ ഉല എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇപ്പോഴും ആ ജനതയുടെ നശിപ്പിക്കപ്പെട്ട അവരുടെ പുരാതനമായ പാറയിൽ കുത്തിയെടുത്ത വീടുകളും മറ്റൊക്കെ അവിടെ കാണാൻ പറ്റും. ഇതുപോലെ അല്ലാഹു തആല നശിപ്പിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ. ഇബ്രാഹിം നബിയും ലൂത്ത് നബിയും ഒരു കാലക്കാരാണ്. ആ ജനതയെ നശിപ്പിച്ചതിന്റെ ആസാറുകൾ ഇപ്പോഴും ജോർഡാന്റെയും ഫലസ്തീന്റെയും ഇടയിലുള്ള ചാവുകടലിൽ നമുക്ക് കാണാനാവും. അതുപോലെ തന്നെ അല്ലാഹു തആല നശിപ്പിച്ചതാണ് ഫിർഔൻമാരുടെ തലമുറകൾ. ഈജിപ്തിൽ ചെന്നാൽ, ഈജിപ്തിന്റെ ലക്സർ പ്രദേശങ്ങളിൽ ചെന്നാൽ 2000-ഓളം വർഷം നിലനിന്നിരുന്ന വലിയ ഒരു സമൂഹം, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫിർഔനുണ്ട്, ഹാമാനുണ്ട്, ഖാറൂനുണ്ട്. ഇവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞതാണ്. അതിന്റെ ആധാറുകൾ ഈജിപ്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒരു പ്രദേശം, അവരുടെ കോട്ടകൊത്തളങ്ങളും അവരുടെ ശ്മശാനങ്ങളും അവരുടെ ക്ഷേത്രങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി പോയത് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു നശിപ്പിച്ചതാണ് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം, മദിയൻ ഷുഐബ്. അതും ഇപ്പോ സൗദി അറേബ്യയിൽ ഏതാണ്ട് ജോർഡാന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഹക്കല് പ്രദേശത്തിന്റെ അടുത്താണുള്ളത്. മഗാറത്ത് ഷുഐബ് എന്നാണ് അവിടെ അതിന് പറയപ്പെടുക, മഗാറത്ത് ഷുഐബ്. അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നശിപ്പിച്ചതാണ്. പലരെയും പല രീതിയിലാണ്. ഫിർഔനെ വെള്ളത്തിൽ മുക്കിയിട്ടാണ് അല്ലാഹു തആല കൊന്നത്. ഖാറൂനെ ഭൂമിയിലേക്ക് ആഴ്ത്തിയിട്ടാണ് അല്ലാഹു തആല നശിപ്പിച്ചത്. സാലിഹ് നബിയുടെയും ഷുഐബിന്റെ ഖൗമുകൾ അല്ലാഹു തആല പ്രകമ്പനങ്ങൾ കൊണ്ടാണ്. റജ്ഫത്ത് ഫഅഖദത്ഹും റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു റജ്ഫത്ത് ഉണ്ടായത്, നമ്മൾ ഭൂകമ്പം എന്നൊക്കെ പറയില്ലോ, സെക്കൻഡുകളാണ്. അതാണ് കിടിലം കൊണ്ട്. അപ്പൊ ഇവരൊക്കെ അവരുടെ കെട്ടിടങ്ങളൊക്കെ തലന്റെ മുകളിൽ വീണു. അവരവരുടെ സ്വന്തം വീടുകളിൽ തന്നെ ജഡങ്ങളായി പോയി. ഈ സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ചത് ഇൻ കാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അതൊരു ഭയാനകമായ ശബ്ദമായിരുന്നു, ഒരു ഭീകരമായ അട്ടഹാസത്തിന്റെ ശബ്ദം. അത് കഴിഞ്ഞപ്പോൾ അവരുടെ വീടുകളിൽ വെറും വെണ്ണീറകളെ പോലെ, കത്തിക്കരിഞ്ഞ വെണ്ണീറായി പോയ വസ്തുക്കളെ പോലെയാണ് അവരുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായത്. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പോട്ടിൽ തന്നെ നശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിന് ശേഷം അത് അല്ലാഹു തആല ഉണ്ടായിട്ടില്ല എന്ന് റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തുകളിലും അത് ഉണ്ടാവില്ല, ഭൂമിയിലേക്ക് താഴ്ത്തലോ അല്ലെങ്കിൽ കോലം മറിക്കലോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഈ ഉമ്മത്തിൽ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത് ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അശ്രദ്ധരാകരുത്. ഉണ്ടായതിന്റെ ദൃഷ്ടാന്തം നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് കാണാൻ. അപ്പൊ ആ ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ട് മനുഷ്യർ എന്ത് ചെയ്യണം? ചിന്തിക്കുകയും പഠിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ ചരിത്രം പറയുന്നത്. അപ്പൊ യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഓർമ്മയിൽ ഇതിങ്ങനെ വരണം. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഅ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സൈഹത്തൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ യാ ഹസ്റതൻ അലൽ ഇബാദ് യാ ഹസ്റതൻ അൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ.
ഈ ചരിത്രം ഇത്രയും ഹൃദയഹാരിയായി വിശദീകരിച്ചിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്ന ഈ വാക്ക് ഒരു വല്ലാത്ത വചനാണത്. യാ ഹസ്റത്തൻ അലൽ ഇബാദ്, യാ ഹസ്റത്തൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്റത്തൻ ഇബാദ്, വല്ലാത്തൊരു ഖേദം തന്നെയാണ് ഈ മനുഷ്യന്മാരെ കാര്യം. യാ ഹസ്ര എന്ന് പറയും. ഓഹ്, കഷ്ടം തന്നെയെന്ന് പറയില്ല. വല്ലാത്തൊരു കഷ്ടാണ്, വല്ലാത്തൊരു ഖേദാണ് ഈ മനുഷ്യന്മാരുടെ കാര്യം. യാ ഹസ്രത്ത് അലൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകളാണ് ഇവർ മനുഷ്യന്മാര്. പക്ഷെ എന്നാലും അവരെ കാര്യം ആലോചിച്ചാൽ വലിയ കഷ്ടാണ്. മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഒരു റസൂലും ഈ അടിമകൾക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ റസൂലിനെ അവർ പരിഹസിക്കാതെ. ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ഖേദം, അതായത് നമുക്ക് അത്ഭുതമാണത്. പക്ഷെ അല്ലാഹു തആല അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവത്തില പറയുന്നത് ഖേദകരാണ്. നമ്മൾ സാധാരണ അത്ഭുതകരാന്ന് പറയും. അതിനേക്കാൾ ഒരു ഹൃദയസ്പർശിയായ വാക്കാണ് യാ ഹസറ എന്ന് പറയുന്നത്. യാ അജബ എന്ന് പറയുന്നതും യാ ഹസറ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യാ ഹസ്രത്ത് എന്നാണല്ലോ പറഞ്ഞത്. വല്ലാത്തൊരു ഖേദല്ലേ ഇത്. കാരണം ഓരോ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും മുസീബത്ത് ഉണ്ടാകുമ്പോഴും അതിന്റെ കാരണം അവരുടെ പ്രവാചകന്മാരെ പരിഹസിക്കുന്നതാണ്. പക്ഷെ ഇവരുടെ തൊട്ട് മുമ്പ് ഇതുപോലെ പരിഹസിച്ചവർക്കുണ്ടായ മുസീബത്ത് ഇവർ കാണുന്നുണ്ട്. അത് ഇവർക്ക് അറിയാം. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിന് അറിയാം. മദായിൻ സാലിഹിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവർക്ക് അറിയാത്തതല്ലല്ലോ. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സദൂം അതിന്റെ കുറച്ചപ്പുറത്താണ്. ഒരു 300 കിലോമീറ്റർ 400 കിലോമീറ്റർ പോയ എത്ര ദൂരത്താണത്. അതവിടെ കിടക്കുന്നുണ്ട്. ഇവർക്ക് അറിയാം ഓരോ ജനതകൾക്കും സംഭവിച്ചത് എന്താണ് എന്ന്. അവരുടെ പ്രവാചകന്മാരെ അവർ പരിഹസിച്ചതും എന്നിട്ട് അവർക്ക് വന്ന മുസീബത്തും ഇവർക്കറിയാം. എന്നിട്ട് ഇവർ പിന്നെ അതെന്നെ ആവർത്തിക്കുകയാണ്. ഇനി ഈ സമുദായത്തിന് സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു. എന്നിട്ട് പുറകിൽ വരുന്നവരോ അവരിലേക്ക് അല്ലാഹു തആല മുർസലീങ്ങളെ അയക്കും. അപ്പൊ അവരും പരിഹസിക്കും. അപ്പൊ അവർക്ക് അറിഞ്ഞൂടെ ഇത്? അവരിത് കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ. അവർക്ക് ഈ ചരിത്രം അറിയാമല്ലോ. എന്നിട്ട് പിന്നെ അവർ പരിഹസിക്കും. എത്ര മുർസലീങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുണ്ടോ അവരിൽ ഈ സ്വന്തം ജനതയാൽ അധിക്ഷേപിക്കപ്പെടാത്ത, പരിഹസിക്കപ്പെടാത്ത, ധിക്കരിക്കപ്പെടാത്ത ഒരു റസൂലും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഈ അടിമകളുടെ കാര്യം അജബല്ലേ. ഇബാദ് എന്നുള്ള പ്രത്യേകം പറഞ്ഞാണ്. ഇവര് വെറും അള്ളാന്റെ അടിമകളല്ലേ. ഇവര് വലിയ ആളുകളൊന്നും അല്ലല്ലോ, ഇലാഹുകളൊന്നും അല്ലല്ലോ. വെറും അള്ളാന്റെ അടിമകളല്ല. പക്ഷെ ഈ അടിമകളായ മനുഷ്യരുടെ ഉള്ളിലും പരിഹാസവും ധിക്കാരവുമാണ്. ഈ ജനതകളൊക്കെ പരിഹസിക്കുമ്പോൾ ഇവർക്കൊക്കെ ഇതിന്റെ പിന്നിൽ പ്രചോദനമാകുന്നത് ആരാണ്? ആ രാജ്യത്തെ അധികാരമുള്ള ആൾക്കാരാണ് എല്ലാവരും. ചിലത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ചിലത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെതിരിൽ തിരിഞ്ഞ ആ ജനതയുടെ നേതാവ് ആരായിരുന്നു? പോലെ ഭരണാധികാരിയാണ് നമ്രൂദ്. നമ്രൂദിന്റെ പിന്തുണ ഉണ്ടായിട്ടാണ് അവരെ എതിർക്കുന്നത്. അല്ലെ പോയി ചെയ്യൂലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് നമ്രൂദിന്റെ സപ്പോർട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ആ ജനത ടിബിത്തികൾ ധിക്കരിച്ചതും നിഷേധിച്ചതും എന്തുകൊണ്ടാണ്? ഓലെ കൂടെ ഫിർഔനുണ്ട്. ഓൽക്ക് ആ ബലാണ് ഫിർഔന്റെ ബലം. ഓരോ സമൂഹത്തിനും അങ്ങനെ തന്നെയാണ്. അമാലിക്കത്ത് ഭയങ്കര ധിക്കാരം കാണിച്ചവരാണ് ഫലസ്തീനിൽ. ആ അമാലിക്കത്തിന് നേതൃത്വം കൊടുത്ത ജാലൂത്തുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു അധികാര ശക്തിയുണ്ട്. ഈ അധികാര ശക്തിയുള്ള ആളുകളാണ് സാധാരണ ജനങ്ങളെ ഈ സതുപദേശവുമായിട്ട് വരുന്ന മുസ്ലിങ്ങൾക്ക് എതിരിൽ തിരിച്ചുവിടുന്നത്.
അപ്പൊ അവരെന്ത് ചെയ്യും? ഒന്നായിട്ട് ആൾക്കൂട്ടായിട്ട് ഇവരെ ഈ അമ്പിയാക്കന്മാരെ നിരത്തി, ഈ മുസ്ലിങ്ങളെ നിരത്തി. ഇവർക്ക് ഇത് ആവശ്യമാണ്. കാരണം അവരുടെ ഈ മേൽക്കോയ്മ ഉണ്ടല്ലോ, അധികാരവും പ്രൗഢിയും നിലനിർത്താൻ ഈ ജനങ്ങൾ അന്ധവിശ്വാസത്തിൽ നിലകൊള്ളണം, അത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അവർക്ക് വേണ്ടി അവരെ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് ഇപ്പൊ എവിടെ ചെന്നാലും നമ്മൾ കാണുന്ന 2000, 3000, 4000, 5000 വർഷമുള്ള വിഗ്രഹാരാധനയുടെ വലിയ കേന്ദ്രങ്ങൾ കാണാം. കുറെയൊക്കെ തകർന്നു പോയി, എന്നാലും ലോകത്തെ വമ്പൻ ക്ഷേത്ര സമുച്ചയങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ക്ഷേത്രങ്ങൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ ആരാധന നിർമ്മിക്കുന്നത് രാജാക്കന്മാരാണ്. അവരുടെ വലിയ ഫണ്ട് ചെലവാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈജിപ്തിൽ ചെന്നാൽ കാണും. ഈജിപ്തിൽ ലക്സറിൽ ചെന്നാൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്രയും ഭീമാകാരമായ ടെമ്പിൾസ് ആണ് ഫറോമാരുടെ ടെമ്പിൾസ്. എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന് ഇപ്പോഴും ലോകത്തിന് അത്ഭുതമാണ്. ആ ജാതി ടെമ്പിൾസ് നിർമ്മിച്ചത് ആരാണ്? ഫറോന്മാരാണ്. ആർക്ക് വേണ്ടി? അവരുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ജനങ്ങൾ അവര് ഈ വിഗ്രഹാരാധനയിലും അന്ധവിശ്വാസങ്ങളിലും അവരെന്ത് ചെയ്യും? ഭയങ്കര സപ്പോർട്ട് കൊടുത്തിട്ട് തളച്ചിടും. ഇവരുടെ ഇടയിലേക്കാണ് ഈ മുർസലീങ്ങൾ ഏകനായ അള്ളാഹുവിലെ വിശ്വാസവുമായിട്ട് വരുന്നത്, ദീനിന്റെ ദഅവത്തുമായിട്ട് വരുന്നത്, അവരുടെ ജീവിതത്തിന്റെ നന്മയെക്കുറിച്ച് ഉപദേശിക്കാൻ വരുന്നത്. അവ സ്വാഭാവികമായിട്ടും ഇത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക? ആളുകൾ വിശ്വാസികളായി കഴിഞ്ഞാൽ ഈ രാജാക്കന്മാർക്കാണ്, ഈ ഭരണകൂടങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ജനങ്ങളെ ഇളക്കി വിടും. ഇവർ സ്വയം എന്നിട്ട് ഈ രാജാക്കന്മാരൊക്കെ സ്വയം ഒരു ഭയങ്കര ദൈവമായിട്ടൊക്കെ, അങ്ങനെയുള്ള ആരാധ്യര് എന്നുള്ള പറയാം അവരെ പറ്റി, സ്വയം ദൈവമായിട്ടൊക്കെ അഭിനയിച്ചിട്ട്. ഫിറഔൻ പറഞ്ഞില്ല അന റബ്ബുക്കുമല്ലാവല, ഞാനല്ലേ നിങ്ങളെ റബ്ബ്. മൂസ പറയുന്നതാണോ കാര്യം? മൂസ പറയുന്നല്ല അന റബ്ബുക്കുമല്ലാവല, നിങ്ങളെ വലിയ റബ്ബ് ഞാനാണെന്ന് പറഞ്ഞ ആളാണ് ഫിറഔൻ. അപ്പോ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇത് എമ്പാടും ആവർത്തിച്ച് വരുന്നുണ്ട്. അത് കുറെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്കതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ്. അലം യറൗ കം അഹ്ലകനാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ وَإِن كُلٌّ لَّمَّا جَمِيعٌ لَدَيْنَا مُحْضَرُونَ. അലം യറൗ, ഈ മനുഷ്യന്മാര് കാണുന്നില്ലേ? കം അഹ്ലക്ന, എത്രയാണ് നമ്മൾ നശിപ്പിച്ചത്. കം അഹ്ലക്ന, കണക്കില്ലാതെ എന്ന് പറയുമ്പോഴാണ് ഈ കം ഉപയോഗിക്കുക. കം എത്രയാണ് എന്ന്, അതായത് ഒരു കണക്കുമില്ല. കം അഹ്ലക്ന, എത്രയാണ് നമ്മൾ നശിപ്പിച്ചത്. ഖബ്ലഹും മിനൽ ഖുറൂൻ, ഇവർക്ക് മുമ്പ് തലമുറകളെ. ഇവർക്ക് മുമ്പ് എത്ര ഖർനുകളെ, എത്ര തലമുറകളെ. ഇതൊക്കെ പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങളുടെ കണക്കല്ലേ. അതിനൊക്കെ വന്നിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങളായി. അതിന്റെ ശേഷം ഇപ്പൊ നമ്മളിലേക്ക് എത്തുമ്പോഴേക്ക് എത്രായിരം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതിലൊക്കെ എത്ര തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ തലമുറകളൊക്കെ ജീവിച്ച ഭൂമിയാണത്. പല സ്ഥലത്തും കുഴിച്ചു ചെല്ലുമ്പോൾ ഭൂമിക്കടിയിൽ നിന്നാണ് അതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്. വമ്പൻ നഗരങ്ങളൊക്കെയാണ് ഭൂമിന്റെ അടി കിടക്കുന്നത്. വലിയ നഗരങ്ങൾ മനസ്സിലാവില്ല, മണ്ണ് മൂടിക്കിടക്കാണ്. ആരെങ്കിലും യാദൃശികമായിട്ട് മണ്ണൊക്കെ വേറെന്തെങ്കിലും ആവശ്യത്തിന് മാന്തി എടുക്കുമ്പോഴാണ് അതിന്റെ അടിയിൽ നിന്ന് ഒരു കല്ല് കിട്ടും. അപ്പൊ ഒരു പ്രത്യേകമായ കല്ല് കാണുമ്പോൾ പിന്നെയും കുറച്ചുകൂടി താഴെ പോകുമ്പോൾ കുറേ കൂടി കല്ലുകൾ കിട്ടും. പിന്നെയും അപ്പോഴാണ് കൗതുകത്തോടെ കുഴിച്ച് താഴ്ത്തി ചെല്ലുമ്പോൾ വെറും കല്ലുകളല്ല, ഇത് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. അപ്പൊ നോക്കുമ്പോൾ നഗരങ്ങളാണ്, പല വെൽ പ്ലാൻഡ് നഗരങ്ങൾ. 5000, 4000, 6000 ഒക്കെ വർഷം പഴക്കമുള്ള പ്ലാൻഡ് സിറ്റികൾ ഭൂമിക്കടിയിൽ. അതൊക്കെ നശിച്ചു പോയതാണ്. അവിടെയൊക്കെ എത്രയോ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു, എത്രയോ അധികാരികൾ ഉണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നശിച്ചു. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ആ നശിപ്പിക്കപ്പെട്ടു പോയ
തലമുറകൾ ഒരിക്കലും ഇനി ഇവരിലേക്ക് മടങ്ങി വരികയില്ല എന്നും ഇവർക്കറിഞ്ഞുകൂടെ. വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. വഇൻ കുല്ലുൻ എല്ലാവരും ലമ്മാ ജമീഉൻ ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, ലദൈനാ മുഹ്ളറൂൻ എന്നിട്ട് എന്റെ അരികിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും. ഇതും അവർക്കറിഞ്ഞുകൂടെ. ഇതൊക്കെ അവർക്ക് അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. ഈ രണ്ട് സംഗതികൾ എല്ലാവർക്കും അറിയാം. ഈ വിഗ്രഹാരാധകർ, ബഹുദൈവ വിശ്വാസികളായ സമൂഹം, ഇവർക്ക് ലോകത്ത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും എവിടൊക്കെ നാഗരികതകളുണ്ടോ അവിടൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. വിഗ്രഹാരാധകരും ബഹുദൈവ വിശ്വാസികളും ഇല്ലാത്ത ഒരു ലോകം കഴിഞ്ഞു പോയിട്ടില്ല. അത് നിങ്ങൾ ഗ്രീസിൽ ചെന്നാലും അത് കാണും. വിഗ്രഹങ്ങളും ദൈവവിശ്വാസികളും അവിടെ കാണും. പുരാതനമായ ഗ്രീക്ക് സംസ്കാരം. പേർഷ്യൻ സംസ്കാരത്തിൽ ചെന്നാൽ അത് കാണും. ഇന്ത്യൻ സംസ്കാരത്തിൽ വന്നാൽ അത് കാണും. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ വന്നാൽ അത് കാണും. ചൈനീസ് സംസ്കാരത്തിൽ ചെന്നാൽ അവിടെ കാണും. എവിടെയൊക്കെ 4000 5000 വർഷം പഴക്കമുള്ള ജനപദങ്ങളും അവരുടെ നാഗരികതകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ അവിടെ മുഴുവനും വിഗ്രഹാരാധകരെയും വിശ്വാസികളെയും നമുക്ക് കാണാൻ പറ്റും. കോമൺ ആയൊരു കാര്യമാണ്. ഈ ആളുകൾക്കൊക്കെ ഒരു ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവും. ഞാൻ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ, ഈ വിഗ്രഹാരാധകർക്കൊക്കെ മുകളിലുള്ള ഒരു ദൈവത്തെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. അവർ എത്ര 1000 വിഗ്രഹങ്ങളെയും ദൈവങ്ങളെ ആരാധിച്ചാലും അതിൻ്റെ ഒക്കെ പുറമെ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവും, മുകളിലൊരാളുണ്ട്. അതെല്ലാവരും പറയും ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രദേശങ്ങളിൽ മുഴുവനും അല്ലാഹു തആല അമ്പിയാക്കന്മാരെ അയച്ചിട്ടുണ്ട്. ഈ അമ്പിയാക്കളിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ആദ്യത്തെ സന്ദേശമാണ് ഏകനായ അദൃശ്യനായ അല്ലാഹുവിനെ കുറിച്ചുള്ള സന്ദേശം. ഇവരുടെ ഉള്ളിലുണ്ട്. അതുണ്ടായിരിക്കെ മനുഷ്യർ വഴിതെറ്റാണ് ചെയ്യുന്നത്. അത് ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? ശൈത്താൻ അവർക്ക് അത് കാണിച്ചു കൊടുത്ത് ഇത് നിങ്ങളെ ദൈവമാണെന്ന് പറയും, മറ്റത് കാണിച്ചു കൊടുത്ത് ഇത് ദൈവമാണെന്ന് പറയും, സൂര്യനെ കാണിച്ചു അത് ദൈവമാണെന്ന് പറയും, അല്ലെങ്കിൽ കടലിനെ കാണിച്ചു കൊടുത്ത് അത് ദൈവമാണെന്ന് പറയും. ഇങ്ങനെ ഈ പിശാചി ഇവരുടെ മനസ്സിൽ ഇതിലൊക്കെ ദിവ്യത്വം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? പ്രവാചകന്മാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അങ്ങനെയാണ് ഇവർ ശിർക്കിലെത്തിപ്പെടുന്നത്. അപ്പോഴും ഉള്ളിൽ ഈ സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഒരു അദൃശ്യമായ ശക്തി എന്നവർക്ക് വിശ്വാസം ഉണ്ടാവും. ചെയ്യുന്നത് മുഴുവനും ശിർക്കായിരിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ ഓരോരുത്തർക്കും ഓരോ ശക്തി, സൂര്യന് ഇന്ന ശക്തി, ചന്ദ്രന് ഇന്ന ശക്തി, മറ്റേ നക്ഷത്രത്തിന് ഇന്ന ശക്തി, തീയന് ഇന്ന ശക്തി, പിന്നെ വെള്ളത്തിന് ഇന്ന ശക്തി, പർവ്വതങ്ങൾക്ക് ഇന്ന ശക്തി, ഓരോ വസ്തുക്കളിലും ശക്തിയെ അവർ സങ്കല്പിക്കുകയാണ്. എന്നിട്ട് അതാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിട്ട് അതിനെ അവലംബിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ വിഗ്രഹാരാധന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബൗദ്ധ വിശ്വാസം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും ഉള്ളിലും ഇങ്ങനെ സംഭവം ഉണ്ടാവും. അത് അവർക്ക് പ്രവാചകന്മാരിൽ നിന്ന് കിട്ടുന്നതാണ്. രണ്ടാമത്തെ ഒരു സംഗതി പരലോക വിശ്വാസം. എല്ലാവർക്കും ഉണ്ടാവും. വിശ്വാസികളായ എല്ലാവർക്കും പരലോക വിശ്വാസം ഉണ്ടാവും, ഏത് മതക്കാരായിരുന്നു. അതിപ്പോൾ ജൂതർക്ക് വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വിശ്വാസമുണ്ട്, സെമിറ്റിക് മതങ്ങൾ അല്ലാത്ത മതങ്ങൾക്ക്, പൗരസ്ത്യ രാജ്യങ്ങളിലുള്ള മതങ്ങൾ, കൺഫ്യൂഷ്യൻ വിശ്വാസമുണ്ട്, സരതുഷ്ടരുടെ വിശ്വാസികളുണ്ട്, ചൈനയിലെ അവർക്കൊക്കെ അറിയാമല്ലോ പരലോകമുണ്ട്. മരണത്തിന്റെ ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് അവർക്കൊക്കെ അറിയാം. അത് എങ്ങനെയെന്നുള്ള ഡിഫറൻ്റ് അഭിപ്രായം ഉണ്ടാവും. ചില സംഭവിക്കും. അത് നമ്മൾ രണ്ടാമത് ഇവിടെ തന്നെ പുനർജനിച്ച് വരാണോ, അതോ വേറെ കോലത്തിലായിട്ട് വരാണോ, വേറെ സ്വർഗത്തിലാണോ, അല്ലെങ്കിൽ നരകത്തിലാണോ, എവിടെ എന്നുള്ളതല്ല. മരണത്തിന്റെ ശേഷം ഒരു ലോകമുണ്ട്. മരണത്തോടു കൂടെ എല്ലാവരും അവസാനിക്കുന്നില്ല. ഇത് എല്ലാവർക്കും അറിയാം. ഇതും എന്താണ് സംഭവിക്കുന്നത്? ഇതും അവർക്ക് പ്രവാചകന്മാരിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ആളുകളിലേക്ക് അള്ളാഹ് അയച്ച പ്രവാചകന്മാരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അടിസ്ഥാനപരമായ ഒരു അറിവാണത്. അത് ഉള്ളിൽ ഉണ്ടായിരിക്കെ തന്നെയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. അതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അവർക്കറിയാമല്ലോ. ഈ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല എന്നും
എന്റെ അരികിൽ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹാജരാക്കുമെന്നും അവർക്കറിഞ്ഞുകൂടെ? അതവർക്കറിയാം. മരണത്തിന്റെ ശേഷം ഒരു സംഭവം ഉണ്ട് എന്ന് അവർക്കറിയാം. ഇതില്ലാത്തത്, മരണത്തിന്റെ ശേഷമുള്ള സംഭവം അറിയാത്തത് മതവിശ്വാസം ഇല്ലാത്തവർക്കാണ്. ഇപ്പൊ ഈ ദഹിരികൾ ഉണ്ടാവും, പ്രകൃതിവാദികള്, നിരീശ്വരവാദികള്, മതനിഷേധികളുണ്ടല്ലോ. മതനിഷേധികളായ ആളുകൾ, അവരുടെ ഐഡിയോളജി, ഇപ്പൊ കമ്മ്യൂണിസം, ഇതുപോലത്തെ ഇസങ്ങൾ, അവരുടെ ഐഡിയോളജി ഇങ്ങനെ സംഭവം ഇല്ലാന്ന്, മരണത്തിന്റെ ശേഷം ഒന്നുമില്ല. കാരണം അത് മതമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ വിശ്വാസം. മതവിശ്വാസികളിലാണ് ഉണ്ടാകുക. മതത്തെ നിഷേധിക്കുന്നവർക്ക് പിന്നെ ഓൽക്ക് മതം എന്താണ്, എവിടുക്കാ പോകുമെന്ന് പറഞ്ഞുകൂടാ. ഇതിവിടെ ഇങ്ങനെ കഴിഞ്ഞൂടി പോകുന്ന മാത്രമേ അവർക്ക്, അപ്പുറം പുറമൊന്നുമില്ലല്ലോ. ഒരു പരിമിതമായൊരു ലോകം അവർക്ക് ഉണ്ടാവും. അവർക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഒരു പ്രവാചകനിൽ നിന്നോ ഒരു സന്ദേശം കിട്ടാനോ ഒന്നും അവർക്കില്ല. അവരുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നിരീശ്വരത്വം എന്ന് മാത്രം. ദൈവമില്ല, മതമില്ല, ഒരു സംഭവം ഇല്ല എന്ന് മാത്രം. അതിന് അങ്ങേപ്പുറമൊന്നും ഉണ്ടാവില്ല. അതൊരു ചെറിയൊരു പരിമിതമായ വൃത്താണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ അല്ലാത്ത ലോകത്തെ എല്ലാ മതവിശ്വാസികൾക്കും, ഏത് മതങ്ങളായിരുന്നാലും, ഈ രണ്ട് സംഗതി അവരിൽ ഉണ്ടാവും. അത് കോമൺ ആയിട്ടുള്ളതാണ്. ഇതാണ് അല്ലാഹു തആല അവരെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്ന സംഗതി തന്നെയല്ലേ? നിങ്ങൾക്കറിയില്ലേ? എന്നിട്ടും നിങ്ങൾ ഈ പ്രവാചകന്മാരെ പരിഹസിക്കുന്നുവെങ്കിൽ യാ ഹസറത്തൻ അലൽ ഇബാദ്, കഷ്ടം എന്നല്ല നിങ്ങളെ പറ്റി എന്താ പറയാ. വല്ലാത്തൊരു ഖേദം തന്നെയുള്ള ഈ മനുഷ്യന്റെ കാര്യം. യാ ഹസറത്തൻ അലൽ ഇബാദ്, ഈ അടിമകളുടെ കാര്യം വല്ലാത്തൊരു വേദനയാണ്. ഒരു ഖേദം തോന്നിപ്പോകുന്നു. അപ്പൊ ആയത്ത് ഓതുമ്പോ അങ്ങനെ തന്നെ നമ്മൾ തോന്നണം. യാ ഹസറത്തൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. എത്ര ഒരു അർത്ഥവത്തായ വചനങ്ങളാണ് ഇതൊക്കെ. അത് നമ്മൾ പഠിച്ചെങ്കിൽ തന്നെ അത് ഓതുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി നമ്മളിങ്ങനെ ഓതിപ്പോകും. ഇങ്ങനെയാണ് ഓതിപ്പോകുള്ളൂ അല്ലേ? എന്നെങ്കിലൊക്കെ നമുക്ക് യാസീൻ ഓതുമ്പോ യാ ഹസറത്തുൽ ഇബാദ് അറിയുമ്പോൾ ഇങ്ങനെ ആലോചന ഒന്നുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. നമുക്കത് അറിയില്ല എന്താണ് അല്ലാഹു തആല പറയുന്ന വിഷയം. അറിയുമ്പോഴല്ലേ ആ ഫീലിംഗ് മനസ്സിൽ വരുള്ളൂ. യാ ഹസറത്തൻ അലൽ ഇബാദ്. നമ്മളിങ്ങനെ ആവർത്തിച്ച് പഠിച്ചത് ഇങ്ങനെ ഭയങ്കര സ്പീഡ് ഓതിപ്പോവുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനല്ല, നമ്മളത് ഒന്നുകൂടി മനസ്സിരുത്തിയിട്ട് ശാന്തമായിട്ട് ഓതണം. അപ്പോഴേ അത് നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കും. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. ഇത്രയൊക്കെ പൂർവകാല ചരിത്രം പറഞ്ഞിട്ട് അവരുടെ ആസാറുകളെ ഓർമ്മിപ്പിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത്, അവർക്കും നിങ്ങൾക്കുമൊക്കെ പ്രവാചകന്മാർ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടല്ലോ എന്ന്. പുരാതനമായ ചരിത്രങ്ങൾ മാത്രമല്ല, ഈ ഹിസ്റ്ററികൾ മാത്രമല്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ടല്ലോ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്. അള്ളാഹുവിനെ കണ്ടെത്താവുന്ന അടയാളങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹാ. വആയത്തുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ് അൽ അർളുൽ മൈത, മയ്യിത്തായി കിടക്കുന്ന ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ്. അഹ്യൈനാഹാ,
ഞാനാണ് അതിനെ അവർക്ക് ഹയാത്താക്കി കൊടുത്തത്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, ഞാനാണ് അതിൽ നിന്ന് അവർക്ക് ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തത്. ഫമിൻഹു യഅ്കുലൂൻ, ഇപ്പൊ നോക്കുമ്പോ അതിൽ നിന്നാണ് ഇവർ തിന്നണത്. അതവർ മനസ്സിലാക്കണ്ടേ. ഫമിൻഹു യഅ്കുലൂൻ, ഇപ്പൊ അവർ തിന്നുന്ന ഇതിൽ നിന്നല്ലേ. ഈ ഭൂമി ചത്ത് കിടക്കുകയാണ്. സാധാരണഗതിയിൽ ഭൂമി അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചത്ത് കിടക്കും, ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴുകി വരുമ്പോഴാണ് ഭൂമി ഹയാത്താകുക. ഏത് വസ്തുവും വെള്ളമില്ലാതെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഒന്നുമില്ലാതെ കിടന്നിരുന്ന ശൂന്യമായി കിടക്കുന്ന ഭൂമിയിലേക്ക്, അതിനാണ് ചത്ത് കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത്. ഈ ചത്ത് കിടക്കുന്ന ഭൂമിയിലേക്ക് അല്ലാഹു തആല ജലത്തിന്റെ സ്രോതസ് നൽകുന്നതോടുകൂടി അത് ഹയാത്താകുകയാണ്. പിന്നെ അതിൽ നിന്നാണ് ധാന്യങ്ങൾ ഉണ്ടാകുന്നത്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബ് വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വജഅൽനാ ഫീഹാ ജന്നാത്ത്, ആ ചത്ത് കിടന്ന ഭൂമിയിലാണ് ഞാൻ അവർക്ക് തോട്ടങ്ങളെ ഉണ്ടാക്കി കൊടുത്തത്. മിൻ നഖീൽ, ഈത്തപ്പന തോട്ടങ്ങൾ, വഅനാബ്, മുന്തിരിത്തോട്ടങ്ങൾ, വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ തോട്ടങ്ങളിലൂടെ ഞാനാണ് അവർക്ക് അരുവികളെ ഒഴുക്കി വിട്ടത്. ഒയൂൻ, ഒയൂൻ എന്ന് പറഞ്ഞാൽ ചെറിയ തോടുകൾ, ജലസ്രോതസ്സാണ്. അപ്പൊ ഈ തോടുകളെ ഫജ്ജറാണ് അല്ലാഹു തആല പറയുന്നത്, അത് പൊട്ടിച്ചു വിട്ടതാണ്. കാരണം ഇത് എവിടുന്നാ വരുന്നത്? ഭൂമിന്റെ ഉള്ളിൽ നിന്നാണ്. തോടും പുഴയൊക്കെ ഭൂമിന്റെ ഉള്ളിൽ നിന്നല്ലേ വരുന്നത്. അപ്പൊ ഏതോ പ്രദേശങ്ങളിൽ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് അത് ഭൂമിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ വിടവുകളിലൂടെ അത് പുറത്തേക്ക് ഒഴുകുക. ആ പ്രവാഹത്തിന്റെ ഇരു കരകളിലും ആ ജലം ഉപയോഗിച്ചിട്ട് ജലസേചനം ചെയ്തിട്ടാണ് ആ ഭൂമിയെ അല്ലാഹു തആല ഹയാത്താക്കിയത്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഈത്തപ്പഴം ഉണ്ടായത്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇനബ് മുന്തിരി ഉണ്ടായത്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് ധാന്യങ്ങൾ ഉണ്ടായത്. അതാണ് നിങ്ങൾ തിന്നുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? എത്ര മരുഭൂമികളാണ് ജലസേചനം കൊണ്ട് ഭയങ്കര പൂന്തോട്ടങ്ങളായി പോയത്, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നമ്മുടെ കൺമുമ്പിലുള്ള ദൃഷ്ടാന്തങ്ങൾ നോക്കുക. അറേബ്യയിലൊക്കെ നമ്മൾ ഒരു കാലത്ത് ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരുന്ന മരുഭൂമി ഇന്നവിടെ ചെന്നാൽ തോട്ടങ്ങളാണ്. ഇപ്പൊ ഈ ഖലീജിലുള്ള, ഗൾഫിലുള്ള സ്ഥലങ്ങൾ പലതും നമ്മൾ ഒരു കാലത്ത് ചെല്ലുമ്പോൾ 35-40 കൊല്ലം മുമ്പ് നമ്മളൊക്കെ തന്നെ ചെല്ലുന്ന സമയത്ത് ഒരു പുൽച്ചെടി പോലും ഇല്ലാതിരുന്ന മരുപ്രദേശങ്ങൾ ഇന്ന് പൂന്തോപ്പുകളാണ്, തോട്ടങ്ങളാണ്, പച്ചക്കറി കൃഷിയാണ്, ഗോതമ്പ് വയലാണ്, പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ്. എന്താ ചെയ്തത്? അങ്ങോട്ട് ജലസേചനം ഉണ്ടായി എന്നാണ്, വെള്ളം ഒഴിക്കുക മാത്രമാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഭൂമി നിഷ്കളങ്കമായ ഭൂമിയാണ്. അതിലേക്ക് വെള്ളം മാത്രം ഒഴുകി ചെന്നാൽ മതി, ആ ഭൂമി ഫലഭൂയിഷ്ടാവും. ഒരുപാട് വളങ്ങളൊന്നും ചേർക്കുന്നില്ല. ആ ഭൂമിയിൽ അല്ലാഹു തആല അതിന്റെ എല്ലാ ലവണങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തിന് ജലസ്രോതസ്സുകൾ, അല്ലാഹു കൊടുത്ത ജലസ്രോതസ്സുകൾ വെട്ടിയാണ് എത്തിക്കണ പണിയുള്ളൂ. ഇപ്പൊ ഈജിപ്തിൽ അൽഫയ്യൂം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, വിശാലമായൊരു ലോകമാണ്. ഈ അൽഫയ്യൂം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ജലസേചനം ചെയ്ത് കാർഷിക മേഖല ആയതാണ്. 4000 കൊല്ലായി ഇന്നും അത് ഭയങ്കര കാർഷിക മേഖലയാണ്. അതിന് അവിടെ കാണാം, അതിർത്തി ഇങ്ങനെ കാണും മരുഭൂമിന്റെ. പിന്നെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താത്ത ദൂരം മരുഭൂമിയാണ്. ഈജിപ്ഷ്യൻ മരുഭൂമി എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായ മരുഭൂമിയാണ് ഈജിപ്ഷ്യൻ സഹാറ. പിന്നെ അവിടെ അങ്ങോട്ട് ആഫ്രിക്കയാണ്, വടക്കൻ ആഫ്രിക്കന്റെ മരുപ്രദേശങ്ങളാണ്. ലിബിയ, പിന്നെ അൾജീരിയ, തുനീഷ്യ, സഹാറ, അങ്ങനെയാണ് പോവുക. ആ മരുഭൂമിയിലാണ് ഈ പച്ചപ്പ്. എന്താണ് ചെയ്തത്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ സ്വപ്നം കണ്ടല്ലോ രാജാവ്, 7 തടിച്ച പശുക്കളെയും 7 മെലിഞ്ഞ പശുക്കളെയും. ആ മെലിഞ്ഞ പശുക്കൾ ഈ തടിച്ച പശുക്കളെ ഭക്ഷിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്.
അപ്പൊ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കിടക്കുമ്പോൾ, അതായത് വരാൻ പോകുന്നത് സുഭിക്ഷമായ 7 വർഷങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസത്തിന്റെ 7 വർഷങ്ങളാണ് പിന്നെ വരാൻ പോകുന്നത്. അതൊരു ഭയാനകമായ സന്ദേശമായിരുന്നു. ഇതാണ് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നുള്ളത്. അപ്പൊ അതിന് എന്താ പരിഹാരം എന്ന് ചോദിച്ചപ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. എന്ത് ചെയ്യണം? പതിവ് കൃഷി രീതി മതിയാവില്ല, അതിൽ കൂടുതലായിട്ട് വമ്പിച്ച ഉൽപാദനം നടത്തണം. അതായത് ഈ 7 വർഷത്തിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത 7 വർഷത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ കൂടി ഇപ്പൊ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ കാർഷിക സംവിധാനം ഉണ്ടാക്കിയതും ആ പ്രദേശങ്ങൾ അത്രയും ജലസമൃദ്ധമാക്കിയതും കൃഷി ചെയ്തതും. പറഞ്ഞ മാതിരി തന്നെ അങ്ങനെ സംഭവിച്ചു. വലിയ സ്റ്റോറേജ് ഉണ്ടായി, ഒരുപാട് എത്രയോ ഇരട്ടി ധാന്യങ്ങൾ ഈ 7 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിച്ചു. അത് വളരെ ഭദ്രമായിട്ട് അന്നത്തെ സിസ്റ്റം അനുസരിച്ച് അവർ സ്റ്റോർ ചെയ്തു വെച്ചു, കേടുവരാതെ. എന്നിട്ട് പിറ്റത്തെ 7 വർഷം പരിസരത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും, ഈജിപ്തിൽ നിന്ന് മാത്രമല്ല, അറേബ്യൻ പ്രദേശങ്ങളിൽ നിന്നും ഷാമിൽ നിന്നൊക്കെ ആളുകൾ കൊടും വരൾച്ചയിൽ ഭക്ഷണം തേടി ഈ മിസ്രക്കല്ലേ വന്നിരുന്നത്. ആ വന്ന കൂട്ടത്തിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാരും വന്നത്. അങ്ങനെയാണ് അവരുടെ കുടുംബത്തിന്റെ സമാഗമം ഉണ്ടായത്. അവസാനം അവരുടെ ഉമ്മയും വാപ്പയൊക്കെ വന്നത് അങ്ങനെയാണ് അവർ ഈജിപ്തില് താമസമാക്കിയതും. അതിൽ നിന്നാണ് യാക്കൂബ് നബിന്റെ മക്കള് പിന്നീട് ബനൂ ഇസ്രായേൽക്കാരായി ഈജിപ്തിൽ ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. ഇതിന് മുഴുവൻ കാരണമായത് എന്താണ്? ആ കാർഷിക സമൃദ്ധിയാണ്. ഇതെങ്ങനെ ഉണ്ടായത്? ഒരു മനുഷ്യൻ ചെയ്ത കാര്യങ്ങളല്ല, ഇത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ്. കാരണം നെയിലിന്റെ ജലസമൃദ്ധി അള്ളാഹ് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സാധ്യമല്ലല്ലോ അത്. ഈ വെള്ളം മനുഷ്യനുണ്ടാക്കാൻ കഴിയില്ലല്ലോ, മനുഷ്യന് വെള്ളം സൃഷ്ടിക്കാൻ കഴിയും. ഇത് അള്ളാഹ് തന്നെ തരണ്ടേ. ഒന്നുകിൽ ആകാശത്ത് നിന്ന് മഴ പെയ്യണം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഉറവ് പെട്ടണം. ഈ 2 വഴിയല്ലാതെ വെള്ളത്തിന് എന്ത് വഴിയാണ് ഉള്ളത്? ഏതെങ്കിലും ഫാക്ടറിയിൽ നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയോ? വെള്ളത്തിന് വെള്ളം ഉണ്ടാകണം. അതിന് വേറെ എന്ത് വഴിയാണ് മനുഷ്യന്റെ മുന്നിൽ? ഒന്നുമില്ല. അപ്പൊ അല്ലാഹു തആലയാണ് ഈ ഒയൂനുകളെ പൊട്ടിക്കുന്നത്. അള്ളാഹുവാണ് ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത്. ലോകത്തിന്റെ മുന്നിൽ യാതൊരു സംവിധാനമില്ല, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ വായിലിട്ട് എന്തെങ്കിലും ചവക്കുന്നുണ്ടെങ്കിൽ, അത് പഴവർഗ്ഗങ്ങളാവട്ടെ, പച്ചക്കറിയാവട്ടെ, ധാന്യങ്ങളാവട്ടെ, എന്ത് വസ്തുവാകട്ടെ, നിങ്ങൾ എന്തെങ്കിലും ചവച്ചരച്ച് തിന്നുന്നുണ്ടെങ്കിൽ അത് ഈ മയ്യത്തായി കിടന്ന ഭൂമിയിൽ അല്ലാഹു തആല ജലസേചനം തന്നിട്ട് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചെന്ന വസ്തുക്കൾ മാത്രമാണ്, വേറൊന്നുമല്ല. ഇത് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലില്ലേ? ഇല്ലെങ്കിൽ പറയൂ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരും. ആർക്കാണ് ഇത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയട്ടെ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ മണ്ണ് കേട് വരുത്തിക്കാണ്ട് കുറെ ഉൽപാദനം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്തത് ഇപ്പൊ അതല്ലേ? ഒരു കാലത്ത് വളരെ ശുദ്ധമായ മണ്ണായിരുന്നു ഇവിടെ ഉണ്ടായത്, വളരെ ശുദ്ധമായ മണ്ണ്. നിങ്ങൾ ഒരു പയറ് കുത്തിട്ടീന്ന് നിങ്ങൾക്ക് ഓർമ്മല്ലേ? പഴയ കാലത്ത് കൈക്കോട്ടിന്റെ ആ ചുമ്പ് കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട് 2 മണി വിത്താണ് പയറിന്റെ അതിലിടുക. ഇങ്ങനെ കുറെ ഉണ്ടാവും. എന്നിട്ട് അതിൽ ഒരു നുള്ള് വെണ്ണൂറാണ് ഇടുക, അല്ലേ? അതാണ് മൂടിക്കഴിഞ്ഞാൽ മഴയും, മഴന്റെ ഏതാണ് അടുത്ത സമയത്താണ് നമ്മൾ ഇത് ചെയ്യുക. മഴ ഒന്നിട്ട് പാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മുളച്ചു വരും. ആ 2 മണി വിത്താണ്. അതിങ്ങിട്ട് വളർന്നു വന്ന് എന്തൊരു കൗതുകമാണ്. അതിങ്ങനെ വളർന്നു വന്ന് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഇല നുള്ളാൻ തുടങ്ങും. ആ പയറ്റിൻ്റെ ഇലന്റെ ടേസ്റ്റ് ഇപ്പൊ നിങ്ങളെ തൊള്ളിയിൽ വരുന്നുണ്ടാവും. പഴയ ആൾക്കാർക്ക് പയറ്റിൻ്റെ ഇലന്റെ രുചിയില്ലേ? പിന്നെ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ വള്ളി കിട്ടും, എന്നിട്ട് നിറച്ചു കിട്ട് പൂവുണ്ടാവും. അത് കാണുന്നതിനെ വല്ലാത്തൊരു കൗതുകമാണ്. ടൈമിൽ പയറുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പയറിങ്ങനെ മൂത്തിട്ട് പഴുക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പയർ അറുത്ത് കൊണ്ടുവരും. അപ്പൊ അതിൽ ഒടിയാനും തൊലിയാനും ഉണ്ടാവും, അല്ലേ? തൊലിയാനെ തൊലിച്ചിട്ട് നല്ല പയറിന്റെ മണി കിട്ടും. പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാക്കാനാണ് കുറച്ച് ഒടിയനെ അതിന്റെ കൂട്ടത്തിൽ പറിക്കണത്, കട്ട് ഒടിച്ചിടാൻ വേണ്ടിയിട്ട്, രസത്തിന് വേണ്ടിയിട്ട്. ആ പയറ് കൂട്ടിയിട്ട് നെല്ലുത്തൈരിന്റെ കഞ്ഞി കുടിച്ചിരുന്നൊരു ടേസ്റ്റ് ഇല്ലേ? നിങ്ങളെ തൊടുവിൽ എന്തെങ്കിലും വിത്തിട്ടാലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന്
അതിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് വളം കൊണ്ടുപോയിടണ്ടേ? നമ്മളെ മണ്ണ് നമ്മൾ കേടെത്തിയുള്ളതാണ് നമ്മൾ ആകെ ചെയ്ത ഈ സംഭാവന. നമ്മളെ കൈയോട് നമ്മൾ സൃഷ്ടിച്ചത് ആകപ്പാട് അതാണ്. ആ മണ്ണ് കേടെത്തിയതാണ്. ഈ പാറപ്പുറം നിറച്ച് ചുക്കായിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടോ? ചുക്ക്, അതായത് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്ത് ഇഞ്ചിയാണത്. അതിന് നമ്മൾ ചെയ്തിരുന്ന ഇഞ്ചി നടും, എന്നിട്ട് അതിങ്ങനെ വളർന്നു വരുമ്പോ പറമ്പിലും കാടുകളിലൊക്കെ പോയിട്ട് തോല് വെട്ടും. എല്ലാ മരങ്ങളും വെട്ടി തോല് വെട്ടുക എന്ന് പറയാം. എന്നിട്ട് ആ തോല് കൊടുത്താണ്ട് അരി വെച്ച് കൊടുക്കും, എന്നിട്ട് മണ്ണ് മാടി കൊടുക്കും. അതാണ് അതിന്റെ വളം. അതാണ് തോലാണ് അതിന്റെ വളം. ആ ഇഞ്ചിന്റെ ടേസ്റ്റ്, നിങ്ങൾ ഈ മാർക്കറ്റിൽ വാങ്ങിയ ഇഞ്ചി കിട്ടുമോ? ഇഞ്ചി ഇങ്ങനെ കാണാൻ ഒരുപാടുണ്ടാവും, ഭയങ്കര ചൊറുക്കുള്ള നല്ല സൗന്ദര്യമുള്ള ഇഞ്ചിയാണ്, നല്ല തുടുത്ത ഇഞ്ചിയാണ്. പക്ഷെ ആ ഇഞ്ചിന്റെ ഗുണമല്ലല്ലോ. എന്താ സംഭവിച്ചാൽ നമ്മൾ കേടെത്തിയതാണ്. നമ്മൾ ഉപയോഗിച്ചിരുന്ന മണ്ണിൽ തോലും പിന്നെ ചാണകമോ അല്ലെങ്കിൽ അതുപോലെ ജൈവ വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നിട്ടാണ് നമ്മൾ ആ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് പഴയ കാലത്ത് ജീവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു 25 വയസ്സുള്ള വിചാരിക്കും ഇങ്ങനെ തന്നെ ഇപ്പോൾ പണ്ടേനെ ഈ പയർ ഇങ്ങനെ തന്നെയാണെന്ന് അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുക. പയർ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു, ഇഞ്ചി ഇങ്ങനെ ആയിരുന്നു എന്നാണ് ഇപ്പൊ പുതിയ കുട്ടികൾക്ക് അറിയുള്ളൂ. പക്ഷെ ഇഞ്ചി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മൾക്കറിയാം എന്തായിരുന്നു പയറ്. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ നൂല് പോലെ, ഇത് പയറാണ്. അപ്പൊ എന്താണ് ചെയ്തത്? അല്ലാഹു തആല നമ്മൾക്ക് തന്ന ആ ഒരു ശുദ്ധമായ ആഹാരത്തിന് കേടുവരുത്താന്നുള്ള പാകം നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഭയങ്കര കഴിവുകൊണ്ട് സാമർഥ്യം കൊണ്ട് ഗവേഷണം നടത്തി വലിയ കമ്പനികൾ ഉണ്ടാക്കി, എന്നിട്ട് അതിൽ വളം നിർമ്മിച്ചു. ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്ന പോക്കുഴയിൽ എന്താണ് അത്? വള ഫാക്ടറിയാണ്, വളം ഫാക്ടറി. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പുക പൊന്തും. ഇന്ന് നിറയെ വളം ഉണ്ടാക്കുമ്പോൾ അത് ചാക്കിലാക്കിയിട്ട് കൊടുന്ന് തൊടുവിൽ മുഴുവട്ടിട്ട് ഭക്ഷിച്ചു നോക്കുമ്പോൾ എന്താണ് കുറെ വലിപ്പുള്ള സാധനം ഉണ്ട് എന്നുള്ളതല്ലാതെ അത് നമ്മളെ ശരീരത്തിന് ഇന്ന് ഉപകാരപ്പെടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. നേരത്തെ നമ്മളുടെ വള ഫാക്ടറി എന്തായിരുന്നു? നമ്മളെ പശുക്കളാണ്, നമ്മളെ പോത്തുകളാണ്. അതിൽ നിന്നാണ് നമുക്ക് വളം കിട്ടിയിരുന്നത്. നമ്മളെ വള ഫാക്ടറി പോത്തും ആടും പശുവും കോഴിയൊക്കെ ആയിരുന്നില്ലേ? അല്ലാഹു തആല അത് പറയുന്നുണ്ട്. لِيَأْكُلُوا مِنْ ثَمَرِهِ وَمَا عَمِلَتْهُ أَيْدِيهِمْ أَفَلَا يَشْكُرُونَ وَآيَةٌ لَهُمُ الْأَرْضُ الْمَيْتَةُ ഈ ചത്ത് കിടക്കുന്ന ഭൂമി അവർക്ക് ദൃഷ്ടാന്തമാണ്. അഹ്യൈനാഹ ഞാനാണ് അതിനെ ജീവിപ്പിച്ചത്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ അതിൽ നിന്ന് ഞാനാണ് വിത്തുകളെ ഉൽപ്പാദിപ്പിച്ചത്. ഫമിൻഹു യഅ്കുലൂൻ ഇപ്പോൾ അതിൽ നിന്നാണ് അവർ ഭക്ഷിക്കുന്നത്. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീൽ ഈത്തപ്പഴത്തിന്റെ തോട്ടം ഞാനാണ് അതിൽ നിശ്ചയിച്ചത്. വഅനാബ് മുന്തിരിയുടെ തോട്ടം ഞാനാണ് ഉണ്ടാക്കിയത്. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ ഞാനാണ് അതിൽ അരുവികളെ പൊട്ടിയൊഴുക്കിയത്. എന്തിന് വേണ്ടി? ലിയഅ്കുലൂ മിൻ സമരിഹി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫലവർഗങ്ങളെ ഈ മനുഷ്യർ ഭക്ഷിക്കാൻ വേണ്ടി ഞാനാണ് നിങ്ങൾക്ക് ആ ഭക്ഷ്യവസ്തുക്കൾ തന്നത്. വമാ അമിലത്തു ഐദീഹിം ഇതൊന്നും അവരുടെ കൈകൾ ഉണ്ടാക്കിയതല്ല. നിങ്ങളാണോ അതുണ്ടാക്കിയത്? നിങ്ങളാണോ വെള്ളം ഉൽപ്പാദിപ്പിച്ചത്? നിങ്ങളാണോ മണ്ണ് സൃഷ്ടിച്ചത്? ഒന്നല്ലല്ലോ, എല്ലാം എന്റേതല്ലേ. വമാ അമിലത്തു ഐദീഹിം ഇതൊന്നും അവരുടെ കൈകൾ ചെയ്തതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കൈകൊണ്ട് എന്തേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കോലത്തിലാണ് ഉണ്ടായത്. നമ്മളിപ്പോയി പരിഷ്കരിച്ചതാണ്. അള്ളാഹു തന്നതിന്. എന്നിട്ട് എവിടെ എത്തി നിൽക്കുന്നതെന്ന് ശരിക്കും ആലോചിച്ച് നോക്ക്. വമാ അമിൽതു ഐദീഹിം അഫലാ യഷ്കുറൂൻ എന്തുകൊണ്ട് അവർ നന്ദി കാണിക്കുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. വമാ അമിലത്തു ഐദീഹിം അവരുടെ കൈകളല്ലാതൊന്നും പ്രവർത്തിച്ചത്. അഫലാ യഷ്കുറൂൻ എന്തുകൊണ്ട് അവർ നന്ദി കാണിക്കുന്നില്ല. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ ഈ മുഴുവൻ അസ്വാജുകളെയും സൃഷ്ടിച്ചവനായ അല്ലാഹു എത്ര വിശുദ്ധനാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ നിങ്ങൾക്ക് വർണ്ണിക്കാൻ കഴിയുക? സുബ്ഹാൻ സുബ്ഹാൻ നമ്മൾ പറയും സാധാരണ. ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് പറയുമ്പോഴാണ്
നമ്മൾ വല്ലാത്തൊരു അതിശയം കണ്ട പറയില്ലേ, സുബ്ഹാനല്ലാഹ് എന്ന് പറയില്ലേ. അതായത് ആരെയാണ് ഇതിന് നമ്മൾ പ്രശംസിക്കേണ്ടത്? അള്ളാഹുവിനെയാണ്. പക്ഷെ എത്ര വെച്ചിട്ട് നമ്മൾ വർണ്ണിക്കുക? അള്ളാഹിനെ എങ്ങനെ വർണ്ണിച്ചാൽ തീരും? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. ഈ അസ്വാജുകളെ മുഴുവനും പടച്ചവനായ അള്ളാഹുവിനെ എങ്ങനെ വർണ്ണിക്കുക? എല്ലാ വസ്തുക്കളെയും അള്ളാഹു തആല അസ്വാജായിട്ടാണ് പടച്ചിട്ടുള്ളത്, ഇണകളായിട്ട്. കാരണം ഇണകളിൽ നിന്നേ പ്രത്യുൽപാദനം നടക്കുള്ളൂ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇണകളാണ്. മനുഷ്യർ മാത്രമൊന്നല്ല, എല്ലാ ജീവജാലങ്ങളും ഇണകളാണ്. വൃക്ഷങ്ങൾ ഇണകളാണ്, ചെടികൾ ഇണകളാണ്, പുഷ്പങ്ങൾ ഇണകളാണ്. എല്ലാ ഇണകളല്ലേ? വ്യത്യസ്തമായ വൈവിധ്യങ്ങളാണ്. അതിൽ നിന്നാണ് ഇതിന്റെ ഉൽപാദനം നടക്കുന്നത്. ഇപ്പൊ പഴവർഗ്ഗങ്ങൾ, ഈത്തപ്പഴം ഒക്കെ സാധാരണങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈത്തപ്പഴം 2 ഐറ്റം ഉണ്ടാവും. അതിൽ ആൺകൊലയുണ്ടാവും, പെൺകൊലയുണ്ടാവും. ഈ പെൺകൊലയാണ് പിടിച്ചിട്ട് അതിലാണ് ഈത്തപ്പഴം ഉണ്ടാകുക. നമ്മുടെ ഈത്തപ്പഴക്കൊല ഒക്കെ പെണ്ണാണ്. പക്ഷെ അത് കായ് പിടിക്കണമെങ്കിൽ എന്ത് വേണം? ആൺകൊല പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇതിന്റെ മുകളിൽ അതിന്റെ പൂമ്പടി വിതരണം, പരാഗണം ചെയ്യണം. സാധാരണഗതിയിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. കാറ്റിന് ആണ് പരാഗണം നടക്കുക. പക്ഷെ ഈ ഈത്തപ്പനന്റെ കാര്യത്തിൽ നടക്കൂല. ഈത്തപ്പനയിൽ കാറ്റിന് പരാഗണം നടക്കൂല. ഇപ്പോൾ ഗൾഫിലൊക്കെ മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കാണാം. അവർ ഈ ആൺകൊല ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, വെട്ടിക്കൊടുന്ന് കാണ്ട്. എന്നിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകും. തോട്ടമുള്ള ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ തോട്ടത്തിൽ പണിക്കാരെ കൊണ്ട് എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ അതിന്റെ പൂമ്പടി വിതറും. അപ്പോഴാണിത് കായ് പിടിക്കുക. അപ്പൊ ഇതൊക്കെ എല്ലാം ആണും പെണ്ണാണ്. പൂക്കളൊക്കെ ആണും പെണ്ണാണ്. ആണും പെണ്ണും ഉണ്ടാകുമ്പോഴേ അതിൽ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾക്കിത് അറിയില്ല. ഇപ്പൊ മാവ് പൂക്കുന്നുണ്ട്, ചക്കുണ്ടായി, നമുക്കിത് അറിയില്ലല്ലോ എങ്ങനെ ഇത് ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല അങ്ങനെയാണ് അത് വെച്ചിട്ടുള്ളത്. എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല ഇണകളായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതൊരു വല്ലാത്ത അത്ഭുതമല്ലേ? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർള് വമിൻ അൻഫുസിഹിം. ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന, മുളപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിലും അസ്വാജിനെ സൃഷ്ടിച്ചവനായ അല്ലാഹു എത്ര വലിയ മഹാനാണ്. മിമ്മാ തുംബിത്തുൽ അർള് എന്നാണ്. ഭൂമി മുളപ്പിക്കുന്ന എല്ലാ സാധനവും ഇണകളായിട്ട് ഉണ്ടാവും. അതായത് ഒരു ജൈവ വസ്തു പോലും ഇണയായിട്ടല്ലാതെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിക്കോളണമെന്നില്ല. നമ്മളെ ഗവേഷണം വല്ലാതൊന്നും എവിടെ എത്തിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഓരോ സ്പീഷീസും എടുത്തിട്ട് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ വൈവിധ്യം മനസ്സിലാകുക. അതത്ര എളുപ്പമുള്ള പണിയല്ല. അതുപോലെ വമിൻ അൻഫുസിഹിം, മനുഷ്യരായ നിങ്ങളിലും അല്ലാഹു തആല ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട്. അതിൽ മുഴുവനും അല്ലാഹു ഇണകളായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എത്ര വസ്തുക്കളെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്കറിയാം. നിങ്ങൾ കടലിന്റെ അടിയിൽ പോയി നോക്കണം. നമ്മളധികം പോയിട്ടുണ്ടാവില്ല. കടലിന്റെ അടിയിൽ പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. സ്നോർക്കലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത് കുറച്ചൊക്കെ പറ്റുള്ളൂ. പിന്നെ വളരെ താഴേക്ക് പോകണമെങ്കിൽ സബ്മറൈൻ വേണം, മുങ്ങിക്കപ്പലുകളുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ലക്ഷദ്വീപില്, പിന്നെ ലക്ഷദ്വീപിലല്ല, മാലദ്വീപിൽ അവർക്ക് പോയപ്പോൾ സബ്മറൈനിൽ പോയി. അത് കടലിന്റെ അടിത്തട്ട് വരെ താഴോട്ട് പോകും. സബ്മറൈനിൽ പോയാൽ നമുക്ക് ശരിക്ക് കടലിന്റെ അടിത്തട്ട് കാണാൻ പറ്റും. നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു ലോകമാണ് കടലിന്റെ അടിയിലുള്ളത്. 10,000-കണക്കിന് വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ കാണും. നമ്മൾ വിചാരിക്കും കടലിൽ അത് മീനാണുള്ളത്. മീൻ മാത്രമൊന്നല്ല. ഈ ഭൂമിന്റെ പുറത്ത് നമ്മളിപ്പോൾ സഞ്ചരിക്കുകയാണെങ്കിൽ, നമ്മൾ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എത്രായിരം ജീവജാലങ്ങളെ കാണാൻ പറ്റുമോ അതുപോലെ കടലിന്റെ അടിയിലുണ്ട് ജീവജാലങ്ങൾ. ചിലപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. വെറും ചിലപ്പോൾ ഒരു പഞ്ഞി പോലെ കാണും. ജീവികളാണ് അതൊക്കെ. എങ്ങനെ ഇപ്പോൾ വർണ്ണിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കണ്ടെങ്കിൽ തന്നെ അറിയുള്ളൂ. എങ്ങനെ ഇപ്പോൾ അത് വിശദീകരിച്ചു തരാം. ഇത് മുഴുവനും ജീവനുള്ള വസ്തുക്കളാണ്. നമ്മൾ ചിലപ്പോൾ വെറും പൂപ്പലാന്ന് വിചാരിക്കും. ഈ കല്ലുമല പറ്റുന്നത് ഒരു പൂപ്പൽ. പക്ഷെ ഒരു പൂപ്പലല്ല, അതൊരു ജീവിയാണ്.
അതിന് എല്ലാ അവയവങ്ങളും ഉണ്ട്, കണ്ണും കാതും എല്ലാ സാധനങ്ങളും അതേമേലുണ്ട്. അത് ശ്വസിക്കുന്നുണ്ട്, അതിന് ഓക്സിജൻ കിട്ടുന്നുണ്ട്, അതിൽ ജീവിക്കുന്നുണ്ട്. ഈ കടലിന്റെ അടിയിൽ അത് തന്നെയും പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുള്ള ജൈവ വസ്തുക്കളാണ്. ഇപ്പൊ മാലദ്വീപിൽ നമ്മൾ താഴെ പോയാൽ കാണുന്ന സാധനം ആവില്ല അറേബ്യൻ ഉൾക്കടലിൽ എവിടെയെങ്കിലും താഴെ പോയാൽ, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോയാൽ കാണുന്ന വേറെ സാധനങ്ങളായിരിക്കും. ഈ കോടാനുകോടി ജീവജാലങ്ങളെ ഈ കടലിന്റെ അടിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ജീവിക്കാൻ, അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പൊ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിന്റെ റിപ്പോർട്ടുകളും അതിന്റെ ഗവേഷണ പഠനം നമുക്ക് കിട്ടൂല. വലിയ ലൈബ്രറികളൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടും. വമ്പൻ ലൈബ്രറികളിലൊക്കെ അങ്ങനത്തെ ഈ ജൈവ വസ്തുക്കളുടെ ഏരിയകളുണ്ട്, പുസ്തകങ്ങളുടെ. അതിലൊക്കെ ഉണ്ടാവും ഇത്തരം ഈ ഓഷ്യാനിക് പഠനം നടത്തിയ ആളുകളുടെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മൾക്ക് വേണ്ടി എത്തിപ്പിടിക്കാൻ കഴിയുന്ന സംഗതികളല്ലല്ലോ. ഇനി നിങ്ങൾ ഒരു കാട്ടിലൂടെ സഞ്ചരിച്ചു നോക്ക്. ഒരു കൊടുങ്കാട്ട്, മനുഷ്യവാസം ഇല്ലാത്ത നിർജ്ജനമായ കാട്ടിലൂടെ സഞ്ചരിച്ചാൽ, അന്തമാനിലൊക്കെ പോയാൽ അത്തരം കാടുകളുണ്ട്. ഒരു മനുഷ്യസ്പർശവും ഇല്ലാത്ത കാടുകൾ. നമ്മളൊക്കെ അന്തമാനൊക്കെ പോകും, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് ഉൾവനത്തിലൂടെ നമ്മൾ ട്രക്കിംഗ് ചെയ്തിട്ട് പോകണം. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ശബ്ദങ്ങൾ സംഗീതം പോലെ മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കും. ജീവികളുടെ ശബ്ദങ്ങളാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പല ശബ്ദങ്ങളാണ്. വൈകുന്നേരം ഉണ്ടല്ലോ നമ്മൾ പല കോലത്തിലുള്ള ബാങ്ക് കേൾക്കണം നാനാഭാഗത്തുനിന്ന് എന്ന മാതിരി പല കോലത്തിലുള്ള ശബ്ദങ്ങൾ. നമ്മളവിടെ അജബായിട്ട് സുബ്ഹാനല്ലദീ നിങ്ങൾ പറഞ്ഞു പോകും. വല്ലാത്തൊരു അജബാണിത്. ഈ വൈവിധ്യങ്ങൾ അല്ലാഹു തആല പടച്ചതാണ്. എത്ര സംഭവങ്ങളാണുള്ളത്. ഇനി നിങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കാം. ഒരു ജലസ്രോതസ്സില്ലാത്ത കൊട്ടൻ മരുഭൂമിയിലൂടെ ചിലപ്പോൾ നമ്മൾ 200, 300, 400 കിലോമീറ്റർ സഞ്ചരിച്ചെന്നാൽ അവിടെ കാണാം നല്ല പച്ച നിറത്തിലുള്ള ഈ ചെടികൾ ഇങ്ങനെ മണലിൽ പറ്റി പിടിച്ചു നിൽക്കും. അടുത്ത കാലത്തൊന്നും മഴ പെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അത് പച്ചയായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. എങ്ങനെ ഇത് ജീവിക്കുന്നത്, എങ്ങനെ ഇതിന് വെള്ളം കിട്ടുന്നത്? എന്നിട്ട് അവിടെ ചെന്ന് നോക്കിയാൽ കാണും ഇങ്ങനെ ജന്തുക്കൾ ചാടി പോണതിനുള്ളിൽ കൂടി. അപ്പൊ എന്താ ഇവർ തിന്നുന്നത്? എങ്ങനെയാണ് ഈ വസ്തുക്കൾ ജീവിക്കുന്നത്? എന്താണ് ജന്തുവിന്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. അതും പല കോലത്തിലുള്ള ജന്തുക്കൾ കാണാൻ പറ്റും. ചിലപ്പോ നമ്മള് ഉപേക്ഷിച്ചിട്ട ഈ ഭക്ഷണത്തിന്റെ തോട് എന്തായാലും പഴങ്ങളൊക്കെ തോടാന്ന് തോന്നും, പക്ഷെ തൊട്ട് നോക്കുമ്പോൾ ഉണ്ടാവും ജീവൻ ഉണ്ടാവും. എന്നൊരു തോട് കെടുക്കാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. മരുഭൂമിയിൽ ആരോ പൊളിച്ചിട്ടൊരു തോടാണ്, പക്ഷെ അടുത്ത് നിന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവും. എങ്ങനെയാണ് ജീവിക്കുന്നത്? അത്ഭുതങ്ങൾ നോക്കി. വെറും വയനാട്ടിൽ ചെന്നിട്ട് ഈ അട്ട അറിയില്ല, വയനാട്ടിലെ അട്ട. ഈ സാധനം എപ്പോഴാണ് ഉണ്ടാകുക? മഴ ഉണ്ട് പെയ്താൽ നിറയെ അട്ടായിരിക്കും. മഴ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-8 മാസം ഈ സാധനത്തിന് നിങ്ങൾ തിരഞ്ഞാൽ കാണില്ല, എവിടെയും തിരഞ്ഞാൽ കാണും. അപ്പൊ ഇതെങ്ങനെയാണ് ജീവിക്കുന്നത്? എന്താണ് ഇത് ഭക്ഷിക്കുന്നത്? അട്ട ചോരയാണ് കുടിക്കുക. അതിന് ഈ അട്ടയില്ല, ചോരയില്ല, പിന്നെ എവിടെ പോയി? അപ്പൊ അതിനെപ്പറ്റി അവർക്ക് അവിടെയുള്ള ഈ ആദിവാസികളോട് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ അവർക്ക് നല്ല അറിയാം. അപ്പൊ അവര് പറഞ്ഞത്, ഇതുങ്ങളല്ലാത്ത സമയത്ത് നമ്മളെ മുള്ളാണിന്റെ മാതിരിയുള്ള സാധനമായിരിക്കും, കുറച്ച് നേരെ, അതായത് ഈർക്കിളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ കിടക്കുക. ഒരു 5-8 മാസം അതച്ചേക്ക് കിടക്കും. ഈർക്കിളിന്റെ മാതിരി ഒന്നുമില്ല, തീനും വേണ്ട, കുടിയും വേണ്ട, ഒന്നും വേണ്ട, ഉറച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടുന്ന സാധനം. ഇത്രേ ഉണ്ടാവുള്ളൂ, നൂല് പോലെ. കാണാനൊന്നും കിട്ടൂല, ചെറിയ സാധനം. നേരെ മറിച്ച് മഴ കിട്ട് പെയ്താൽ ഇത് മുഴുവനും രംഗത്ത് വരും. ആര് ചെന്നാലും മേത്തോ കാര്യം കയറിയിട്ട് ഇത്ര വലിപ്പമുള്ള സാധനമായിട്ട് ചോര കുടിച്ചാണ് ഞാൻ മാറുന്നതാണ്. ഇത് മുഴുവനും ഇണകളാണ്, എല്ലാ അസ്വാജാണ്. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് പാഠശാലയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ പാഠശാല, മദ്രസയാണ്. ഈ ദുനിയാവ് മുഴുവൻ നമുക്ക് മദ്രസയാണ്. നമുക്ക് ചിന്തിക്കാനുള്ളതാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെയാണ് ഓതിപ്പോകാന്നല്ലാതെ നമ്മളിത് ആലോചിക്കുന്നില്ലല്ലോ. ഇനി ഇതേ അവസ്ഥ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ച ഭൗമ വസ്തുക്കൾ അന്തരീക്ഷത്തിലുള്ളത്.
എന്തെല്ലാം വസ്തുക്കളെല്ലാം പഠിച്ചിട്ടുണ്ട്. ജിന്നുകളെ പഠിച്ചിട്ടുണ്ട്, മലക്കുകളെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളോട് ഞാൻ പറഞ്ഞു തരാത്ത എന്തൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു താലാക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിൽ. എന്താണ് നിങ്ങൾ ഇത് ചിന്തിക്കാത്തതെന്ന് അള്ളാഹു താല ചോദിച്ചു. നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തത്? അപ്പോ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ് കുല്ലഹാ, മുഴുവൻ ഇണകളെയും പടച്ചവനായ അല്ലാഹു. എങ്ങനെയാണ് അള്ളാഹുവിനെ നമുക്ക് വർണ്ണിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനെ വിശദീകരിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഹത്വം നമ്മൾക്ക് പറയാൻ കഴിയുക? ഭൂമി ഉൽപ്പാദിപ്പിച്ച മുഴുവൻ വസ്തുക്കളിലും ഇണകളെ പടച്ചവനാണവൻ. വമിൻ അൻഫുസിഹിം, നിങ്ങളിൽ തന്നെയും ഇണകളായി പടച്ചവനാണ്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്കറിയാത്ത എണ്ണമറ്റ കാര്യങ്ങളിലും ഇണകളെ പടച്ചവനാണ്. ഇത് മുഴുവനും അള്ളാഹുവിന്റെ നിങ്ങളുടെ കൺമുമ്പിലുള്ള ദൃഷ്ടാന്തമാണ്. വആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. എന്നിട്ടും അവര് ഈ പ്രവാചകന്മാരെ, മുർസലീങ്ങളെ, സതുപദേശം നൽകുന്ന ആളുകളെ, നിങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം തരുന്ന ആളുകളെ നിങ്ങൾ പരിഹസിക്കുകയാണോ എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്.